അപ്പൊ ഞങ്ങളെല്ലാരും കൂടി എല്ലായിടത്തും വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ നാട് വരെ പോവാന്ന്. അപ്പം വെള്ളം കയറിയൊക്കെ വെള്ളം കയറിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പോവാന്ന്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ മഴ പെയ്യുന്നില്ല, ചെറിയ ചാറ്റൽ മഴയാ. എന്റെ നാട് ആവളയാണ്. അപ്പൊ ഞങ്ങൾ പാലച്ചോട് വഴിയാണ് അവിടത്തേക്ക് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിയിൽ ഉൾക്കോട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു വയലാണ് കേട്ടോ ഇത്. ഇവിടെ ആണെങ്കിൽ മഴ പെയ്തിട്ട് വയലൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇപ്പൊ കാണാനായിട്ട് ഒരു കായലിന്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടേ. ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ആളെ എണ്ണ കണക്കാക്കിയിട്ട് കൊട എടുക്കാണ്ടോ വന്നത്. ഇന്നൊക്കെ എന്താണെയാ മഴയും വെള്ളം ആസ്വദിക്കാൻ വന്നല്ല, അപ്പൊ നനഞ്ഞിട്ട് ആസ്വദിക്കുക. അങ്ങനെ പതിമുക്ക് കഴിഞ്ഞിട്ട് കുറ്റോട്ടുനട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് ഇത് വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ്. പണ്ട് ചല്ലിപ്പൂവ് നിറഞ്ഞിട്ട് പിങ്ക് കളറായിട്ട് വൈറലായിട്ടുള്ള സ്ഥലമാണിത്. സ്ഥലത്താണേ മഴയൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ തീരെ മഴ പെയ്യുന്നില്ല. ചെലപ്പോ വെള്ളം ഇതിലൂടെ അല്ലേ വരാ. ചെലപ്പോ ഇപ്പൊ വെള്ളമൊക്കെ താണു പോയിണ്ടാവും. അപ്പൊ ഇതാ ഇവിടെയൊന്നും ഓക്കെ. അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഇല്ല, തിരക്കൊന്നും കാണുന്നില്ലല്ലോ. കൊണ്ടുപോകാന്നാ തോന്നുന്നത്. വണ്ടി അവിടെ കാണുന്നുണ്ട്, വേറെ വണ്ടിയൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ റോഡിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് എന്നേ. ഉണ്ടോ? അയ്യോ, തിരക്കുണ്ട്. തിരക്കില്ല വിചാരിച്ചു, നല്ല തിരക്കുണ്ട്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കാൻ പറ്റുമോ? നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെങ്കില് വെള്ളം റോഡുമെന്ന് ഇറങ്ങിപ്പോയി നല്ലോണം. റോഡുമില് വെള്ളം തീരെ ഇല്ല ഇപ്പൊ. സമാധാനത്തിൽ എങ്ങനെയാണ് സൈഡിൽ വെച്ചിടാം? സൈഡിൽ വെച്ചാല് ഞങ്ങളവിടെ തിരക്കില്ലാന്ന് കരുതിയിട്ട് വണ്ടിയാണെങ്കിലും ഇങ്ങോട്ട് ഇറക്കിയിട്ടാ. പക്ഷെങ്കില് നല്ല തിരക്കുണ്ടായിരുന്നു സൈഡിൽ. പക്ഷെ വണ്ടി വെക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടാ. അപ്പം അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ആളുകൾ, കുട്ടികളും വലിയവരൊക്കെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടുന്ന്. അപ്പം ഇതിൽ നിന്ന് നീന്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് കാരയിൽ നട, കരയിൽ താഴ എന്നൊക്കെയാണ് പറയുന്നത്. ഈ സ്ഥലം ഇതൊക്കെ ആവളപ്പാണ്ടിയുടെ ഭാഗമാണ്. ആവളപ്പാണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു മഴക്കാലത്ത് ഒക്കെ ആവുന്ന സമയത്ത് റീൽസിലൂടെയൊക്കെ വൈറലാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാരയിൽ നട. മഴക്കാലത്ത് ആളുകൾ ഇവിടെ കാണാനായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയോ ചെയ്തു വെച്ചിട്ടുള്ള പണിയാണ് ഇപ്പൊ മുന്നേ കണ്ടത്. കുറെ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ. എന്റെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ കുറേ വയൽ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ആവളപ്പാണ്ടിയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയുടെ നെല്ലറയാണ്. പക്ഷെ ഇപ്പൊ വലിയ തോതിലുള്ള കൃഷിയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം. പക്ഷെ മഴക്കാലത്ത് എന്റെ നാട് കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. കാരണം എല്ലായിടത്തും ചുറ്റും വയലായതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകിയിട്ട് കാണാനായിട്ട് അടിപൊളിയാണ്. ഇവിടെയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടാ. മഴക്കാലത്തായിട്ടും ഐസ്ക്രീം വണ്ടിയൊക്കെ കാണുന്നുണ്ട്. മഴയൊന്നും നോക്കുന്നില്ല, ആളുകൾ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ആ കുഞ്ഞു കടയിൽ പോയിട്ട് പുളിയച്ചാറൊക്കെ വാങ്ങിട്ട് വന്നേ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ നാട്ടിലെ മഴക്കാലം ഉള്ള സമയത്ത് ഞാൻ നാട്ടിലോട്ട് അങ്ങനെ വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെ മഴക്കാലം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്തോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുകയാണ്. ഈ ഒരു റോഡിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ വരുന്നതിന്റെ തലേദിവസം വരെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം റീൽസിലൊക്കെ കണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്തായാലും പെട്ടെന്ന് വെള്ളം ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങോട്ടേക്ക് വരാന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ വന്നപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങൾ വൈകുന്നേരമാണേ വന്നത്. രാവിലെ ഒന്നും അങ്ങനെ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ ശരിക്കും ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായേനെ. ഇന്നലെ നമ്മളിപ്പോ നിൽക്കുന്ന ഈ റോഡൊക്കെ ഇല്ലേ, ആ റോഡിലൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് റീൽസിലൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. അപ്പൊ അത് നമുക്ക് എന്തായാലും മിസ്സായിട്ടോ ഇന്ന് വന്നതുകൊണ്ട്. അപ്പൊ ഒരു ദിവസം മഴ ഇല്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ വെള്ളം നന്നായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ നീന്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ അനിയനൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ വരുമായിരുന്നു കേട്ടോ, നീന്താനൊക്കെ വരുമായിരുന്നു. ഞങ്ങളുടെ അവിടെ തൊട്ട് താഴെ തന്നെ ഒരു കടവുണ്ട്. അപ്പൊ അവിടെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുട്ടികളൊക്കെ കുളിക്കുന്ന നീന്തുന്നൊക്കെ തിരക്കിലായിരിക്കും. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു 3-4 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഈ ഒരു സ്ഥലം ഇങ്ങനെയായി മാറിയിട്ട്. ദൂരെ നിന്നൊക്കെ ആളുകളൊക്കെ മഴക്കാലത്ത് ഇവിടെ കാണാനായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ.
അതിനുശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇന്റർലോക്കൊക്കെ സൈഡൊക്കെ ഇന്റർലോക്ക് ചെയ്ത് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരോടൊക്കെ ഒന്ന് സംസാരിച്ചു. ഞാൻ കണ്ടതല്ലേ കണ്ടിട്ടല്ലേ പറഞ്ഞേ പിന്നെ അത് വാങ്ങുന്നോ. നമ്മളാണെങ്കിൽ ആരാധ്യനെ ആ കടയിലേക്ക് പുളിയച്ചാറ് വാങ്ങാൻ വിട്ടു. അവള് പുളിജാമ് വാങ്ങിയിട്ടാണ് വന്നത്. അപ്പൊ അതിന്റെ പേരിലുള്ള അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കാണ് ഗൈസ് നിങ്ങളിപ്പോ അവിടെ കണ്ടത്. ഈ പുളിയച്ചാറൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സ്കൂൾ പഠിക്കുന്ന ഒരു കാലാട്ടം ഓർമ്മ വന്ന. കാരണം അന്നൊക്കെ നമ്മൾ പുളിയച്ചാറും പുളിജാമൊക്കെ ഇങ്ങനെ വാങ്ങി തിന്നൂലായിരുന്നു. അപ്പൊ അതാ എനിക്ക് ശരിക്കും ഇപ്പൊ ഓർമ്മ വന്ന്. ആ ഒരു സമയത്ത് 1 രൂപയായിരുന്നു ഈ ഒരു പുളിജാമിനൊക്കെ. ഇപ്പൊ അവിടെയും 1 രൂപയ്ക്ക് തന്നെയാണ് കിട്ടി. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അന്ന് 1 രൂപയ്ക്ക് കുറെ പുളിയച്ചാറുണ്ടാകുന്നതിന് ഇന്ന് ക്വാണ്ടിറ്റി തീരെ കുറവാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാണ് ഗൈസ്. നമ്മളിപ്പോ വന്നിട്ട് കുറേ നേരമായി. അപ്പൊ അതിനിടയിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അത് നമ്മുടെ ഭാഗ്യട്ടാ. കാരണം നമ്മൾ കുട ആകെ 2 കുട ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാനാവില്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല. ഇവിടെ ഒരു നെല്ലിമരമുണ്ട് ഗൈസ്. പക്ഷെ അതിന്റെ മുകളിൽ കായൊന്നുമില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെയും പോകണമല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം പോകുന്നില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആവുകയും ചെയ്തല്ലോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോട്ടിലൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട് എന്ന്. പക്ഷെ ഇത്ര സൗകര്യം ഉണ്ടായിട്ട് പോലും ആൾക്കാർ എന്തുകൊണ്ടാണ് വെള്ളത്തിലേക്ക് പിന്നെയും ബോട്ടിലൊക്കെ വലിച്ചെറിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല അതിൽ തീരെ ഇല്ല. എത്ര പൈസ? 1 രൂപ. ഇംഗ്ലീഷൊക്കെ നല്ല കൊണ്ടിട്ടുണ്ടാവും. നെല്ലിക്കണ്ട പക്ഷെ കായില്ലട്ടാ. പുളിയച്ചാറും ഭയങ്കര ഇഷ്ടമായത് തന്നെ വീണ്ടും പോയി വാങ്ങിട്ടോ പുളിയച്ചാർ. കണ്ട ഇത്രയും പുളിയച്ചാർ പിന്നെയും വാങ്ങിയിട്ടുണ്ട്. നേരത്തെയും ഒരുപാട് പുളിയച്ചാർ വാങ്ങി. കൊറേ ഉണ്ടാവുക നല്ലതാണ് ഇത് വെച്ച് കിട്ടോ. അല്ല എന്താ 10 രൂപ അക്കൂരിന്റെ പൈസ ഞാൻ തിന്നില്ല. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. നല്ല മഴക്കാറൊക്കെ ആയിട്ട് മഴ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കാറാണെങ്കിൽ കുറച്ചപ്പുറമാണല്ലോ ഉള്ളത്. അപ്പൊ ഞങ്ങള് കാറിന്റെ അടുത്തേക്ക് നടക്കാണ്. പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നനഞ്ഞു പോലും നേർച്ചിട്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. അപ്പൊ നമ്മൾ കാറിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് തന്നെ മഴ പെയ്ത് തുടങ്ങിട്ടോ. മഴ പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് തന്നെ മിക്ക ആളുകളും പോയി തുടങ്ങിയിട്ടാ. അപ്പൊ കുട ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി നിൽക്കായിരുന്നു. നമ്മുടെ കയ്യിലാകെ 2 കുടയാണല്ലോ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകാൻ വിചാരിച്ചു കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും മഴയൊക്കെ എങ്ങോ പോയിട്ടാ. പക്ഷെ നമ്മൾ പിന്നെ ഇറങ്ങുകയൊന്നും ചെയ്തില്ല. നമുക്ക് എന്തായാലും കുറെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയല്ലോ. അപ്പം നമ്മൾ എന്തായാലും തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. കുറേ പേരൊക്കെ മഴയത്ത് പോയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതെന്തോ ഒരു കുഞ്ഞു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണ്. ഇതിന്റെ ഇപ്പൊ ഇത് ഓപ്പൺ അല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലേ. വലിയ മഴ വന്നതായിരുന്നു ഇപ്പൊ. പക്ഷെ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. അമ്മേനെ കാണില്ല. അമ്മയോട് പോയി ചില്ലിന്റെ മോളൊക്കെ ഗ്ലാസിന്റെ മോളൊക്കെ നിറച്ചും ചളിയാണ്ടാ. ഇത് വേറെ ഒന്നല്ലോ നമ്മളെ വണ്ടി ചളിയിലൊന്ന് ചെറുതായിട്ട് താണേ. അപ്പൊ ബാക്കോട്ട് എടുത്ത് വന്നതിനു എങ്ങനെ ചളിയേ ചളിയിൽ പോയി വണ്ടി എടുത്താരപ്പെടുത്ത് എറിച്ചതാണ് ചളി. ഈ പറമ്പിലൊക്കെ മഴ പെയ്തിച്ച് വെള്ളം കയറിയാണ്. പറമ്പല്ലെന്ന് തോന്നുന്നു, വയല് കുനിയില്ലേ അങ്ങനെ എന്തോ സ്ഥലമാണ്. അപ്പൊ ഇവിടെയൊക്കെ നല്ലോണം മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ കുറ്റ്യാടി പുഴയുടെ ഭാഗമാണിത്. ഇതൊരുമാതിരി കലക്ക് വെള്ളം അല്ലെ. ഇത് ഒരു മഞ്ഞ കളർ വെള്ളം. വണ്ടിയാണോ ഇത്രയും ചളി ആയിട്ടുണ്ടേ. നമ്മളിപ്പോ പയ്യോളി അങ്ങാടിയായിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ മന്തി കഴിക്കാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മന്തി കഴിക്കുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് പതിയെ സമയം എടുത്തിട്ട് കഴിക്കാനായിട്ട് പറ്റിയിട്ട്. അപ്പൊ നമ്മുടെ മന്തിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയിട്ടാ.
വണ്ടിയാണെങ്കിൽ ചളിയിൽ കുളിച്ച് വന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണല്ലേ. അപ്പൊ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സുന്ദരക്കുട്ടപ്പനാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കാറ് കയറുന്ന ആളാണ് ശക്തിയിലാക്കാം. ശക്തിയിലാക്ക്. പല്ലിന്റെ ആശുപത്രി ഓർമ്മ വരുന്നത്. മറ്റേ ക്ലീൻ ചെയ്യുന്ന ഇങ്ങനെ ഇല്ലല്ലേ ഞാനോ അത് പിടിച്ചു വയ്ക്കും തോന്നിട്ടോ നല്ലോണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.